ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ 8ാം ശമ്പള കമ്മീഷന് അനുമതി നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025 ഡിസംബർ 31 വരെയാണ് 7ാം ശമ്പള കമ്മീഷന്റെ കാലാവധി. 2026ഓടെ കമ്മീഷൻ രൂപീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിട്ടുണ്ട്. അച്യുതനാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ഗുഡ് ഈവനിങ്. പറയൂ അച്യുതൻ, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്, അപ്പോഴാണ് ഇങ്ങനെ ഒരു നീക്കം വരുന്നത്. തീർച്ചയായിട്ടും അതിലൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും സ്മിത, അതിന് കാരണം ഈ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ ഏറ്റവും കൂടുതലുള്ള ഒരിടമാണ് ഡൽഹി. ഒപ്പം തന്നെ ഈ പെൻഷൻ അത് വിഹിതം പറ്റുന്നവരും ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴും അവരുടെ ഒരു ഇടപെടലും അവരുടെ പങ്കാളിത്തവും കൂടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ 8ാം ശമ്പള കമ്മീഷൻ അതിനുള്ള അനുമതി ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത്. അതിൽ അശ്വിനി വൈഷ്ണവ് കേന്ദ്ര റെയിൽവേ മന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്നുള്ളത് ഈ നേരത്തെ തന്നെ ഇതിനായിട്ടുള്ള നീക്കങ്ങൾ തുടങ്ങിയതെന്നുള്ളത്. ഉടൻ തന്നെ ഈ കമ്മീഷന് വേണ്ടിയിട്ടുള്ള ചെയർമാനെയും 2 അംഗങ്ങളെയും ഉടൻ തന്നെ തീരുമാനിക്കും. ഒപ്പം തന്നെ ഈ ശുപാർശകൾ നേരത്തെ ലഭിക്കുന്ന മുറയ്ക്ക് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒരു കൃത്യമായ നടപടികളിലേക്ക് കടക്കാൻ കഴിയും എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടത്. നേരത്തെ തന്നെ ഇത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് കടന്നതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണങ്ങൾ. ഈ വർഷം 2025 ഡിസംബർ 31 7ാം ശമ്പള കമ്മീഷന്റെ കാലാവധി കഴിയും. 2016 7ാം ശമ്പള കമ്മീഷൻ പ്രാബല്യത്തിൽ വരുന്നത്. 10 വർഷമാണ് അതിൻ്റെ കാലാവധി. അതിപ്പോൾ അവസാനിക്കുകയാണ്. 2026 ഈ 8ാം ശമ്പള കമ്മീഷൻ വരികയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം അതുപോലെ തന്നെ പെൻഷൻ കാര്യങ്ങളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതാണ്ട് 50 ലക്ഷത്തോളം വരുന്ന കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കും 65 ലക്ഷത്തോളം വരുന്ന പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒന്നായി മാറും എന്നതുകൂടി ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രി അറിയിക്കുന്നുണ്ട്. എന്തായാലും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സ്മിത, ശരി, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. 8ാം ശമ്പള കമ്മീഷന് പ്രധാനമന്ത്രിയുടെ അനുമതി.